മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജുമാ മസ്ജിദിലേക്കുള്ള വഴിയാണിത്. പിന്നെ ഇന്ന് അവിടെ പോയിട്ട് അവിടെ നിന്ന് റൂം ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് ഇറങ്ങാനാണ് പ്ലാന്. ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വൈകുന്നേരമാണ് കച്ചവടം സ്റ്റാർട്ട് ചെയ്യുക. രാത്രി 12 മണി 1 മണി വരെയൊക്കെ കച്ചവടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ ഇതാ ജമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ കരോളായി പോകും. ഡൽഹി മസ്ജിദിലാണുള്ളത്. അപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ കാഴ്ചകളൊക്കെ. ഇവിടെ ഒരുവിധം എല്ലാവർക്കും അലോട്ടാണ്, പ്രത്യേകിച്ച് ക്യാഷോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടേതായ പേഴ്സണാലിറ്റി കാര്യങ്ങൾ അവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് റൂൾസേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും അങ്ങനെ ഇന്ന മതസ്ഥർക്ക് കയറാൻ പറ്റില്ല എന്നൊന്നും അവർ ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ട് ഏകദേശം 27,000 ആൾക്കാർക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റും, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പള്ളി വായിച്ചുകളൊക്കെ നമുക്ക് വൈകിട്ട് കാണാൻ പറ്റും. ഏറ്റവും വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഡൽഹി ജുമാ മസ്ജിദ് ഷാജഹാനാണ് ഇത് പണി കഴിപ്പിച്ചത്. 1950 to 56 ഈ പള്ളിയുടെ പണി കഴിഞ്ഞ് 25,000 പേർക്ക് ഇവിടെ ഒന്നിച്ച് നിസ്കരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നാണ് അറിയുന്നത്. പിന്നെ ഒരു പ്രത്യേക ഒരു കളർ കോർഡിനേഷൻ ഇവിടെ ഉണ്ട്. ഒരു വൈറ്റും അതേപോലെ തന്നെ റെഡാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവിധ മതക്കാർക്കും ഇവിടെ സന്ദർശിക്കാൻ അനുമതിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഗവേണിംഗ് ഇപ്പോൾ നടത്തുന്നത് വഖഫ് ബോർഡും ഇന്ത്യ ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഭരണം നടത്തുന്നത്. വളരെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നല്ല അടിപൊളി സ്ഥലം. ഡൽഹി ജുമാ മസ്ജിദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പ്രത്യേക ഒരു മുസല്ല പോലെ മാർബിളിൽ കൊത്തിവെച്ചൊരു സംഭവങ്ങളുണ്ട്. അതിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സെറ്റപ്പുകളുണ്ട്. നിസ്കരിക്കാൻ പറഞ്ഞാൽ സന്ദർശകർക്ക് ബുദ്ധിമുട്ടില്ലാതെ നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അസർ ബാങ്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ 5:20 സമയം. ഏകദേശം 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലും ഇവിടുത്തെ നിസ്കാര സമയം കൂടി. അത് ഓരോ സ്ഥലത്തേക്കുള്ള നിസ്കരിക്കേണ്ട സമയത്തിൻ്റെ മാറ്റങ്ങളാണ്. അപ്പോൾ അകത്ത് നിസ്കാരം നടക്കുന്നുണ്ട്.
അടിപൊളി ടേസ്റ്റ്. अफगानी है ना वो क्वार्टर भी अफगानी होगा. एक टिक्का ग्रेवी है ना मलाई टिक्का क्वार्टर. वो एक क्वार्टर. और चिकन कबाब है ना. चिकन कबाब वो भी हाफ 4 10:10 റെഡ് ഫോർട്ട് കാണാൻ വന്നത്. പക്ഷേ 8 മണിക്കൂടെ ക്ലോസിംഗ് ആണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഉള്ളത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നൈറ്റ് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് മിസ്സായി. ഇപ്പോൾ പോലീസുകാരോട് ഒരുപാട് ഞങ്ങൾ ചോദിച്ചു, പക്ഷേ അവർ എല്ലാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ആളെ കയറ്റൂല. ആളുകൾ ഉള്ള എല്ലാവരും ചെക്ക് ചെയ്തു, ആളില്ലാന്നൊക്കെ ഉറപ്പുവരുത്തി ഡോറൊക്കെ അടച്ചു പുറത്ത് പോകുന്നതാണ് പറഞ്ഞത്. ഇനി ഒരിക്കലും അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നാളെ നമുക്ക് സമയവും ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വന്നൊന്നും കൂടി ശ്രമിക്കാം. അപ്പോൾ റെഡ് ഫോർട്ട് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ് ടൈം. അതുപോലെ തന്നെ രാത്രി ഇവിടെ വന്ന് വ്യൂ കാണാൻ നോക്കുക. ഉള്ളിലേക്കുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു 7 മണിക്കൊക്കെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ്, നല്ല വ്യൂ. ഇന്ത്യയുടെ ചരിത്രം പറയുന്ന റെഡ് ഫോർട്ട് എപ്പോഴും ഒരു നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ഇവര് ഒരുമാതിരി ഡ്രൈവിംഗ് അടാ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഈ കടയിലൊക്കെ എന്ത് സെയിലുണ്ടാവില്ല. ആ വെള്ളം 10 രൂപയുടെ ഫ്രണ്ടിലും വായിച്ചോക്കട്ടെ. പറഞ്ഞോടുക്കാൻ വീഡിയോ എന്ന് പറയാനാണ്. അറ്റാക്കാണ്. പിന്നെ സമയമില്ല. ബസ്സൊന്നും പ്ലാൻ ചെയ്യാൻ ഇതാണ് BBC-ൽ വരെ BBC-ൽ വന്നത്. ഞാൻ എടുത്തരാ അല്ലല്ല ഇവിടെ എടുത്തരതാ. ഇഞ്ഞ് പറഞ്ഞു പറയും തന്നെ പുറത്തുനിന്ന് കടിയോ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് കാട്ടുമുത്ത അത് കാട്ടുമുത്ത എടുക്കടാ.